നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ അലമേലുവിന് വേണ്ടിയോ? ഇവൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കാൻ നീയും ഇവളും തമ്മിൽ എന്താ ബന്ധം? എന്താടാ, എന്താ നീ ഒന്നും പറയാത്തത്? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ അലമേലമ്മ ജീവനോടെ തിരിച്ചു വന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. എന്റെ നിരപരാധിത്വം തെളിഞ്ഞത് അതുകൊണ്ടല്ലേ. ആ കടപ്പാട് ഞാൻ ഇങ്ങനെയെങ്കിലും തീർക്കണ്ടേ. എന്നെ രക്ഷിച്ച അലമേലെ അമ്മയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയാ ഞാൻ ഈ നേർച്ച നടത്തിയത്. എന്നെ കാണപ്പെട്ട ദൈവ അലമേലും അമ്മ. ഗണേശ, ചന്തം പോരാത്തൊരെന്റെ നെഞ്ചിൽ കൂടുന്നൊരുക്കി കിന്നാരം ചൊല്ലി നീയും പോയതെന്തേ? ചന്തം പോരാത്തൊരെന്റെ നെഞ്ചിൽ കൂടുന്നൊരുക്കി കിന്നാരം ചൊല്ലി നീയും പോയതെന്തേ? സിന്ദൂരം ചാർത്തി നിന്നെ കൊണ്ടോകാം ശ്രീദേവിയെ, കൈപിടിച്ചെന്റെ കൂടെ വെക്കം വായോ. അടങ്ങിയിരിക്കടാ, അടങ്ങിയിരിക്കും. വേണ്ടാത്തത് കാണിച്ചു വിട്ടിട്ട് കിടന്ന് മോങ്ങുന്ന. ഇനി നീ വാ തുറന്ന വല്ല പഴഞ്ചാക്കും എടുത്ത് നിന്റെ അണ്ണാക്കി തിരിതരും കേട്ടോ. നിന്റെ അടുത്ത് ആടാ പറഞ്ഞ കല്ലിലും മണ്ണിലും പോയി കിടന്നുള്ളാൻ? ഞങ്ങള് പറഞ്ഞ മേടിച്ചു കൂട്ടിയ തല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ സ്വയം പീഡനം. അനുഭവിക്കടാ, അനുഭവിച്ചോ. നിനക്ക് വല്ലാത്ത സുഖക്കേടായിരുന്നല്ലോ. പോട്ട് ബായി, ഇവന് അവളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഇങ്ങനെയാണോടാ സ്നേഹം കാണിക്കുന്നത്? അതെ, ഇതൊക്കെ അന്ധവിശ്വാസം. ദൈവത്തിന് പോലും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പണ്ടുള്ള ഏതോ വിവരം കേട്ടോ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളാണ് ഇതൊക്കെ. എടാ, ചോര കണ്ട ഏത് ദൈവത്തിനടെ സന്തോഷം വരുന്നത്? എടാ, എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഇതുപോലെ കുറെ പുളുന്താന്മാര്. എടുത്താ പൊങ്ങാത്ത കുരിശും ചുമന്ന് മല കയറുക, ചാട്ടവാറ് കൊണ്ട് ദേഹം അടിച്ച് പൊട്ടിക്കുക. എടാ, ഇതൊന്നും അല്ല ഭക്തി. അത് ശരീരത്തിലല്ല, മനസ്സിലാ ഉണ്ടാവേണ്ടത്. അതുള്ളവനോടെ ദൈവം പ്രസാദിക്കൂ. ഡയറേട്ടാ, എന്റെ ആതിരക്കുട്ടിക്ക് വേണ്ടിയല്ലേ? അവന്റെ ഒരു ആതിരക്കും. നീ ജീവിച്ചിരുന്നാലേ ഈ ആതിരക്കുട്ടി ഉള്ളൂ. നീ ചത്ത അവള് കുറച്ചു കാലം കരഞ്ഞുകൊണ്ട് നടക്കും. അത് കഴിയുമ്പോ അവള് വല്ലവനെയും കെട്ടി അവളുടെ പാട്ടിനങ്ങ് പോവും. ആ
ആദ്യം ലോകം എന്താണെന്ന് മനസ്സിലാക്കടാ പൊട്ട. എന്റെ ആതിരക്കുട്ടി അറിയാത്തോണ്ടാ ചേട്ടാ ഈ പറയണേ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവന്റെ ഒരു ആതിരക്കുട്ടി. ദേ, ഇനി ആ പേര് പറഞ്ഞ ചവിട്ടിയാൻ തേച്ചതായി കേട്ടല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? എടാ, അവളിപ്പോ ആതിരക്കുട്ടിയല്ല, അലമേലുവാണ്. ചെട്ടിയാര് വീട്ടിലെ അലമേലു. ഞങ്ങൾ ഇവനെ ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നു. ദേഹമൊക്കെ ഒരുപാട് ചതഞ്ഞിട്ടുണ്ടേ. കേട്ടോ. വേണ്ട, ഇരുന്നോ. സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആതിരക്കുട്ടി. അവര് വെറുതെ ആയിട്ടാണോ ഈ കണ്ട മുറിവൊക്കെ? അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട. സുനീഷേട്ട എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയത്? ആര് പറഞ്ഞിട്ടാ ആ അമ്പലം മുഴുവൻ കിടന്ന് ഉരുണ്ടത്? എന്റെ ആതിരക്കുട്ടിക്ക് വേണ്ടി. ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ തൽക്കാലം എനിക്ക് നിവൃത്തിയില്ലല്ലോ. നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ നേർന്നതാ. ഉരുളിച്ച മാത്രമല്ല, ആ നേരത്ത് എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ ദൈവത്തിന് കൊടുത്തേനെ. എന്തിനാ മനുഷ്യ നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ എന്താ ഇതിനൊക്കെ പകരം തരുന്നത്? ഒന്നും വേണ്ട. അകലെ നിന്ന് നിന്നെ കാണാനുള്ള അനുവാദമെങ്കിലും തന്നാ മതി. സുനീഷേട്ടാ, എന്നെ ഇങ്ങനെ കടക്കാരിയാക്കല്ലേ. എത്ര ജന്മം വേണം ഞാനിതൊക്കെ ഒന്ന് വീട്ടാൻ? ആതിരക്കുട്ടി, ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്ത് പുണ്യ സുനീഷേട്ട ചെയ്തത്? പുണ്യം ചെയ്തത് ഞാനല്ലേ? അതുകൊണ്ടല്ലേ ദൈവം എനിക്ക് എന്റെ ആതിരക്കുട്ടി തന്നത്, ഈ സ്നേഹം തന്നത്, ഈ മനസ്സ് തന്നത്. പക്ഷെ പകരം വയ്ക്ക എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഒന്നും വേണ്ട, ഈ ഒരു നിമിഷം മതി. ഇത് മാത്രം മതി. 1 കോടി ജന്മം ഒരു പെണ്ണിന് ജീവിക്കാൻ. ആതിരക്കുട്ടി, എന്താ സുനീഷേട്ടാ? ഞാനൊരു സമ്മാനം തരട്ടെ? എന്ത് സമ്മാനം? ഇതെവിടുന്നാ? പെരിയൊരു സമ്മാനിച്ചതാ, നിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട്. ഇത് എന്റെ വിരലല്ല കിടക്കേണ്ടത്, എന്റെ ജീവന്റെ വിരലില്ല. വേണ്ട സുനീഷേട്ടാ, ഇത് കിടക്കേണ്ടത് ആ കയ്യിൽ തന്നെയാ, എന്റെ ജീവന്റെ അടയാളമായി. നിന്റെ ജീവൻ എന്റെ ഹൃദയത്തിലുണ്ടല്ലോ, എനിക്കത് മതി. ഇത് നിന്റെ കൈ കിടക്കട്ടെ. എന്റെ കറുത്തൊട്ടിയ കൈകളേക്കാൾ ഈ നവരത്നങ്ങൾക്ക് ചേർച്ച എന്റെ ആതിരക്കുട്ടിയുടെ മനോഹരമായ കൈകളിൽ കിടക്കുമ്പോഴാ
എതിർപ്പൊന്നും പറയല്ലേ മോളെ.